എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ചെങ്ങളം എന്ന പ്രദേശത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ റംബുട്ടാൻ കൃഷി മാതൃകാപരമായി ചെയ്യുന്ന ഒരു നല്ല കർഷകൻ, അതായത് ജോഷി കുഴിക്കൊമ്പിൽ എന്ന ആളുടെ കൃഷിയിടം സന്ദർശിക്കുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇനി നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. ഈ കാലവർഷം തുടങ്ങിയതിന് ശേഷമാണ് ഈ പൊഴിച്ചിൽ നോട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 2-3 ദിവസം വലിയ കാര്യമായിട്ട് പൊഴിച്ചില്ലായിരുന്നു. പക്ഷേ ഒരു പൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാപകമായിട്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പൊഴിയാൻ തുടങ്ങി. അന്നേരം ചിലതിൻ്റെ ചെറിയ കറുപ്പ് നിറമുണ്ട്, ചെറിയ കറുപ്പ് നിറമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം കറുപ്പ് നിറം ഇല്ലാത്തതാണ് പൊഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണ 3 റീസൺ കണ്ടാണ് ഇത് വരുന്നത്. നമുക്ക് ആ ചെടിയുടെ ആ കൊലയുടെ അടുത്തേക്ക് പോകാം, അപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പം ജോഷി, ഇതാണ് ഞെട്ട്. നമ്മൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്ന്, അതായത് നമ്മുടെ കാലവർഷം വന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇഷ്ടം പോലെ ചെടിക്ക് വെള്ളം കിട്ടി. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ചില പിള്ളേർ വയററിയാതെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ പോലെ കിട്ടിയ വെള്ളം എല്ലാം അങ്ങ് എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ചെടിക്കകത്ത് പ്രഷർ കൂടും. മനുഷ്യനുള്ള പോലെ തന്നെ അതിന് ടർഗർ പ്രഷർ എന്നാണ് പറയുന്നത്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ചെടിക്ക് തന്നെ പ്രഷർ റിലീസാക്കാനുള്ള മെക്കാനിസം ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം വെച്ചാൽ ഈ ഞെട്ടുണ്ടല്ലോ, ഈ ഞെട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ അല്ല. ഈ കമ്പിന് ഉള്ളൊരു ചെറിയൊരു കട്ടിയുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇത് വന്നു, നമ്മുടെ കട്ടി കൂടിയ ഞെട്ട് വന്നു. ഈ ഞെട്ടിന് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇതിപ്പോൾ അടിക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് റബ്ബറൈസ്ഡ് ഫോം, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെടി എത്തിലീൻ ഗ്യാസ്, ഈ പ്രഷർ റിലീസാക്കാൻ വേണ്ടി എത്തിലീൻ ഗ്യാസ് റിലീസാക്കും. അപ്പോൾ എത്തിലീൻ ഗ്യാസ് എല്ലാം പഴുപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് പഴമാകുന്നില്ലെന്ന് പറഞ്ഞാലും ആ പഴത്തിന്റെ ആ ഒരു റിലീസാക്കുന്ന പോലത്തെ കേസ് വരുന്നത് താല്പര്യം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ കാൽസ്യവും ബോറോണും ചെടിക്ക് കിട്ടണം. അപ്പോൾ കാൽസ്യം എന്ന് പറഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കാൽസ്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയന്റ് ഒരു മടിയനാണ്, ചെടിക്ക് അകത്ത് മൂവ് ചെയ്യത്തില്ല. എവിടെ ഞാൻ ടിപ്പിൽ വന്ന് കിടന്ന് പഴയ ലീഫിൽ വന്ന് കടന്നുറങ്ങും. അപ്പൊ നമ്മൾ ഈ ബോറോൺ ഇതിനെ ക്യാരി ചെയ്യും. ഇപ്പൊ ഒരു അപ്പൻ കൊച്ചിനെ പിടിച്ചുകൊണ്ട് 4-5 വയസ്സുള്ള വയസ്സിനെ വെച്ച് അപ്പൻ സ്പീഡ് കിടന്നാൽ പയ്യനും അതിന്റെ പുറകെ പോരുന്ന പറഞ്ഞ പോലെ കൈക്ക് പിടിച്ചുകൊണ്ടുപോകും. അപ്പം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാൽബിഎഫ്. കാൽബിഎഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാൽസ്യവും ഉണ്ട്, ബോറോണും. ഇതിനെ ചിലേറ്റ് ചെയ്തിരിക്കുക, ജോർസാൻ അറിയാവുന്ന പോലെ ചിലേറ്റ് ചെയ്തിരിക്കുകയാണ്, അമിനോ ആസിഡിനാണ്. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രായോഗികമായിട്ട് രണ്ടാമത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം, മൾട്ടിക്കെ എന്ന് പറയും, പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയും, വേറെ ഒന്നുമില്ല, 13.046. ആ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊരു ഡ്രമ്മിലേക്ക് 1 കിലോയും ഈ പറഞ്ഞ കാൽബിഎഫ് 200 ഗ്രാമുകളുടെ 200 തൊട്ട് 300 വരെ ഉപയോഗിക്കാം. ഇതിന്റെ പൊഴിച്ചിൽ ഇപ്പൊ ഈ താഴെ കാണുന്ന പറഞ്ഞാൽ, പൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരിക്കലും അക്സെപ്റ്റബിൾ ലെവലല്ല. അപ്പം ഒരിക്കലും നമുക്ക് കാലവർഷത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, അത് അതിന്റെ വഴിക്ക് വരുന്നു. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താ കാരണമായിട്ട് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യോ കൂടി പൊഴിച്ചിലുണ്ടായി, പറഞ്ഞു മനസ്സിലായല്ലോ. പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള സയൻസ് ആണ്, കാലവർഷത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, വേനൽക്കാലത്തിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ ന്യൂട്രിയൻസ് കൊടുക്കുന്നതിന്റെ ആധിക്യം കുറയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരാളും കൂടെ ഉണ്ട്, ഫംഗസ്. ഈ ഫംഗസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഈ എന്തെങ്കിലും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാണ് കൊസൈഡ്. നമ്മൾ COC ഉപയോഗിച്ച് നമുക്കറിയാം, ആ നീലപ്പാട് കിടക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഓമനത്വം പോകും. തന്നെയല്ല, മാർക്കറ്റിലും പ്രശ്നമുണ്ട്. അപ്പോൾ കൊസൈഡ് നമുക്കൊരു 200-250 ഗ്രാം ഇതിന്റെ ആധിക്യം അനുസരിച്ചിട്ട്. അപ്പൊ ഇതും അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ന്യൂട്രിയന്റെ കൂട്ടത്തിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇപ്പം നമ്മൾ അത്ര ആധിക്യം ഇല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ സഞ്ചാർ 40 400 മില്ലിയും ഹെക്സാഗോണസോൾ ആയിട്ടുള്ള മിൽക്കോൺസോൾ, ജോർസാർ ഏലത്തിന് ജോർസാർ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരുമിച്ച് നമുക്ക് കോമ്പാറ്റ്. സിബി സാറേ, ഇപ്പം ജോർജ് സാറേ, ഇതിനകത്തെ ഇപ്പം ഞാനിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അടന്നു നിന്നാണ് അതിൻ്റെ ഈ ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇൻഫെക്റ്റഡ് ആണ്. ശരിക്കും ഫംഗസ് ഓൾറെഡി ഇതിനകത്തുണ്ട്.
അപ്പോൾ ഇത് നമ്മളിപ്പോൾ സിബി സാറ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡിസീസ് ഇൻഫെസ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ന്യൂട്രിയൻറ്റിനെ നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഫംഗിസൈഡോടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ പക്കായിട്ടുണ്ട് ഇവിടെ ഇവിടെ നീ ഞെടുപ്പെന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടുത്തെ കണ്ടോ, ഇവന് ആ നേരത്തെ പറഞ്ഞ പോലെ ആ കാലസ് കംപ്ലീറ്റ് പോയി. അതെ. ഇപ്പോൾ സഞ്ചർ 40 യൂസ് ചെയ്യുകയാണ്, അതിനകത്തും ചിലട്ട് കോപ്പർ ഉണ്ട്, അതിനൂടെ ഹെക്സൈഡ് ചേർത്ത് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ മറ്റേ കൊസൈഡ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ആണ്. അതായത് സഞ്ചാർ 40യുടെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമിക് ആണ്. കുറച്ച് അപ്പം കൊസൈഡും വേണം, മാറി അടിക്കാം, ഒരു സ്പ്രേക്ക് ഇത് കൊടുക്കാം. അതായത് നമ്മൾ എന്താണേലും നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ജോഷി ഒരു ഇത് ചെയ്യുന്നത്? മറ്റേ ഫോളിയർ ഫംഗസ് ആണെങ്കിൽ ദിവസം കൂടും, തീർച്ചയായിട്ടും കറക്റ്റ്. അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുകയാണെങ്കിൽ പൂക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കും. പിന്നെ ഈ കായ ഒരു കുരുമുളക് വലിപ്പം കഴിയുമ്പോൾ ഒന്ന് കൊടുക്കും. പിന്നെ ഒരു പഴുക്കുന്നതിനൊരു തൊട്ട് മുമ്പായിട്ട് 3 പ്രാവശ്യം സാറിന് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം രണ്ടാമത്തെ കൊടുക്കാൻ പറ്റിയില്ല, മഴ കാരണം കൊടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ കൊടുത്തു, പൂക്കുന്നതിന് മുമ്പുള്ളത് കൊടുത്തു. ഒരു തവണ മൈക്രോ ന്യൂട്രിയൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ നമ്മളെ കാൽസ്യം, ബോറോൺ, സിങ്ക് ആ കോമ്പിനേഷൻ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് എഴുതിയില്ല, ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് സിംഗാബോർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ട്രയൽ നടത്തിയിട്ട് നല്ല റിസൾട്ട് തരും. ഇതുപോലെ നമ്മൾ ട്രയൽ എടുത്ത പ്രൊഡക്റ്റ് ആണ് പൊട്ടാഷ് അമിനോ ആസിഡ് ലയിപ്പിച്ചിട്ടുള്ള കെ അമിനോ. അതും നമ്മൾ ട്രയൽ നടത്തി അതിന്റെ റിസൾട്ടുകളൊക്കെ വന്ന് നമുക്ക് വളരെ എൻകറേജ് ചെയ്യാം. നമുക്ക് അടുത്ത വർഷം നമുക്കത് ട്രൈ ചെയ്യാം. അതായത് നമ്മൾ കെ അമിനോ അല്ല, അതുപോലെ തന്നെ സിബി സാറേ, എൻ്റെ ഒരു അഭിപ്രായം, ഇവര് മഴ ഏകദേശം നമ്മൾ പ്രഡിക്ഷൻ നോക്കിയിട്ട് ഒന്നിലും മഴ ചെറിയ തോതിൽ ഒന്ന് കിട്ടി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇത് സ്പ്രേയും കൊടുത്താൽ നല്ലതാണ്. പുഴയെന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, അങ്ങനെ പറ്റത്തില്ല. അല്ലാതെ യോഷി നേരത്തെ ഇത് മുന്നിൽ കാണണമായിരുന്നു. അതായത് ആ കഠിന വേനൽ വന്നപ്പം നമുക്കറിയാം. ഇപ്പം ഇതുപോലെ തന്നെ നമ്മൾ വേനൽ കൂടുമ്പം നമ്മൾ എക്സസ് വെള്ളം കൊടുത്താലും ഇത് തന്നെ ഉണ്ടാവും, ഇതുപോലെ പ്രശ്നം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി. അപ്പം നമ്മുടെ CWD-RDM, അതായത് കോഴിക്കോടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർ പറയുന്നത് 10 വർഷത്തിന് മുകളിലായ ചെടിക്ക് ഒരു ദിവസം 40 to 50 ലിറ്റർ വെള്ളം വേണം. 5 ലിറ്ററിന്റെ മുകളിൽ 5 വർഷത്തിന് മുകളിൽ 30 to 40 ലിറ്റർ വെള്ളം ഒരു ദിവസം. ഒരു 3 തൊട്ട് 5 വർഷമുള്ളവർക്ക് 20 തൊട്ട് 30 ലിറ്റർ വെള്ളം. അതിൽ താഴെയുള്ളവർക്ക് 15 ലിറ്റർ. അങ്ങനെയാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം. അപ്പൊ നമുക്കിത് അളന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഒരു കണക്ക് വെച്ച് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 80 ലിറ്റർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് എത്ര വർഷമായതാണ്? 7 വർഷമായത്. അത് കറക്റ്റാണ്. ഏകദേശം നമ്മൾ ഇതാണ്. കാരണം നമ്മൾ വേനലിനെയും മാനയിണം, മഴയും മാനയും. ഇപ്പൊ നമുക്ക് ഇതിന്റെ മുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, വെയിൽ കണ്ടാനം അടിച്ചപ്പോഴത്തേക്ക് കാപ്പൊഴിഞ്ഞു പോയി, അല്ലേ? കരിഞ്ഞു പോയി. അതിപ്പോ രണ്ടാമത് തളുത്താണ്, പൂത്തിട്ട് വീണ്ടും കായ് വരുന്നു. അപ്പൊ നമുക്ക് ഇനി ബാക്കി സ്ഥലങ്ങളിലേക്ക് ഇടന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓക്കെ, ജോഷി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കണ്ടോ, ഈ വെള്ള സ്കെയിൽ, ഇത് മീലി ബഗ്. അപ്പൊ ഈ മീലി ബഗിന്റെ പുറകെ എപ്പോഴും ഉറുമ്പ് കാണും. അതായത് മീലി ബഗിന്റെ അവിടുന്ന് ഒരു ഊസുണ്ട്, അത് മധുരാണ്, അതടിക്കുക. പിന്നെ അവൻ പോകുന്ന അവൻ ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് കയറ്റിക്കൊണ്ടു. അപ്പൊ ഇത് നമ്മുടെ ഒരു വലിയൊരു അപകടകാരിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാരണം എന്താണേലും ഫോളിയാർ ഇല്ലാതെ ഇതിന് സൈസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ വർഷം ഞങ്ങൾ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട് മാജിക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളത് ഏത്തവാഴയിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്, കൊലയെ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും ടേസ്റ്റിന് ഒന്നും ഒരു മാറ്റം വരത്തില്ല. രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഫോർമുലേഷനാണ്. നമ്മൾ SOPക്ക് പകരമാണ്, SOPയുടെ അടുത്ത ഗ്രേഡ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ അടുത്ത ഗ്രേഡാണ്. അപ്പൊ നമ്മൾ അത് കൊടുക്കുമ്പോഴും റെക്കാലസ് പോലത്തെ എന്തെങ്കിലും ഒരു കീടനാശിനി, അതായത് ഒരു ചെറിയ കീടനാശിനി വന്നാൽ ചത്തുപോക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റബിലിറ്റി പോകും. കാരണം നമുക്കറിയാലോ, ഇതെല്ലാം ഒരു അറപ്പ് പോലെ നമുക്ക് തോന്നും ഒരു കൺസ്യൂമർ ഒരിക്കലും. കാരണം ഇതില്ലാത്ത വെള്ള ഈ പൂവിലോ സാധനം വേറെ അവൈലബിൾ ആണെങ്കിൽ അവൻ അതിന്റെ പുറകെ പോകത്തുള്ളൂ. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ട്രേഡർ വേണേ എടുക്കും. പക്ഷെ പ്രൊഡക്ഷൻ കൂടുതലും ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ തള്ളിക്കളയും, ഏരിയ കൂടിക്കൊണ്ടിരിക്കുക. ജോഷിയും ജോർജ് സാറേ, ഇപ്പൊ നമ്മൾ മുകളിലേക്ക് വന്നു, പറമ്പിന്റെ മുകൾ ഭാഗത്ത് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രൂട്ട് ഡ്രോപ്പ് താഴ്വശ, അതായത് കണ്ടത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്തിനേക്കാളും കുറവല്ലേ? കുറവാണ്.
അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഡയഗ്നോസിസുമായിട്ട് ഇത് ടാലി ആവുന്നുണ്ട്. അതായത് കണ്ടത്തിൽ കുറച്ചുകൂടെ ഹ്യൂമിഡിറ്റി, വാട്ടറിൻ്റെ കൂടുതൽ അവൈലബിലിറ്റി, കാരണം ഇവിടെ നല്ല ഒഴിച്ചെല്ലാം വരുന്നു. അപ്പം മാക്സിമം വെള്ളം കിട്ടി പുള്ളി ശാപ്പെട്ടു ചെടി. തന്നെയല്ല, ഈ നമ്മൾ വെള്ളം വേനൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴാണ് തന്നെ ഇവിടെയുള്ളത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. താഴത്തെ അത്ര പെട്ടെന്ന് ഉണങ്ങിയത് കൂടുതൽ മരങ്ങളുടെ ഷെയ്ഡുണ്ട്, തണുപ്പുണ്ട്. വരും മാസങ്ങളിൽ ശക്തമായ മഴ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റംബൂട്ടാൻ കൃഷിയിൽ ചീയലും കൊഴിച്ചിലും. അതെങ്ങനെ നിയന്ത്രിക്കാം, അതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.